അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വ്യക്തികളെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, സമയം വൈകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സ്വാന്തനം വാഴക്കാട് പഞ്ചായത്തില് മാത്രമല്ല കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും, നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ഹോസ്പിറ്റലുകളിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും SOSന്റെ ഒരു സ്വാന്തനം എന്നുള്ള പേര് നമ്മൾ ഉയർന്ന് കേൾക്കാറുള്ളതാണ്. അവിടെ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാഴക്കാട് ഒരുപാട് വർഷമായി പ്രവർത്തിച്ചിരിക്കുന്ന ഈ സ്വാന്തനം കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ്സായി നടക്കുന്നത് നമ്മുടെ ആളുകള് അസുഖമായിട്ട് വരുന്ന ഹോസ്പിറ്റലുകള്, അതൊരു ബിസിനസ്സായി നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഭക്ഷണത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ കിട്ടുന്നതൊക്കെ സമയം കാലവും ഒന്നും നോക്കാതെ നമ്മളൊക്കെ കഴിക്കും. നേരെ അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്കും പോകും. അത് നമ്മളെ മലയാളികളുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. ഏത് ഹോസ്പിറ്റലിൽ നോക്കിയാലും ഇന്ന് ഹൗസ്ഫുള്ളാണ്. അസുഖം പ്രധാനമായിട്ടും ആളുകൾക്കൊക്കെ അസുഖം വയറിനും അതുപോലെയുള്ള അസുഖങ്ങൾ കൂടുതലും ഒക്കെ നമുക്ക് എപ്പോഴും അറിയാം. നമ്മുടെ ഈ അശാസ്ത്രീയമായ ഭക്ഷണ രീതികളും അതൊക്കെ തന്നെയാണ്. രോഗികള് നമ്മുടെ നാടുകളിലൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിൽ എടുത്തു നോക്കിയാൽ, നമ്മുടെ വാഴക്കാട് പഞ്ചായത്തിൽ എടുത്തു നോക്കിയാൽ തന്നെ പാലിയേറ്റീവ് കെയറിൽ അവരൊക്കെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വീട്ടിൽ കിടപ്പ് രോഗികളായി നിൽക്കുകയാണ്. ചെറുപ്പക്കാരുൾപ്പെടെ പ്രായമുള്ളവരുൾപ്പെടെ. അസുഖത്തിനൊന്നും പ്രായവും, നേരത്തെ മരണത്തിന് പറഞ്ഞതുപോലെ പ്രായമൊന്നും ഒരു കാരണമല്ല. ഏത് പ്രായത്തിലും അസുഖങ്ങളും മരണങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിച്ചു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അസുഖം മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയൊരു കൈത്താങ്ങായിട്ടാണ് ഇതുപോലത്തെ സ്വാന്തനം കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ ഉപകരണങ്ങളൊക്കെ 1-2 ദിവസം കൊണ്ട് തന്നെ ആവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൂടുതൽ ഉപകരണങ്ങൾ ഇതിലേക്ക് ആവശ്യമായി വരും. അപ്പൊ ഇതിന്റെ സംഘാടകര് ഇത് നോക്കിക്കൊണ്ട് നടത്താൻ, വളരെ ചിട്ടയോടുകൂടി കൊണ്ട് നടക്കാൻ ഇതിന്റെ സംഘാടകരൊക്കെ പ്രാപ്തരാണ്. അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അത് ഞാൻ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ എല്ലാവരും, കഴിയുന്ന ആളുകളൊക്കെ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇതിലേക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഒരു സംരംഭം വാഴക്കാട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.